39 സങ്കീർത്തനം 4 വാക്യത്തിൻ്റെ മധ്യഭാഗത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. വളരെയേറെ ചിന്തിക്കേണ്ടുന്നതായ ഒരു വാക്യശകലമാണിത്. ഞാൻ എത്രമാത്രം ക്ഷണികനാണ്, എൻ്റെ ജീവിതം എത്രമാത്രം ക്ഷണികമായിട്ടുള്ള ഒരു ജീവിതമാണ്, അത് ചിന്തിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. 5 വാക്യത്തിൽ നാം വായിക്കുന്നത്, എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു എന്നാണ്. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം, അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജീവിതം എന്ന് പറയുന്നത് എത്രയോ ക്ഷണികമായിട്ടുള്ളതാണ്. ആയുസ് വളരെയേറെ ക്ഷണികമാണ്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു എന്നാണ് ഈ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്. അത്രമാത്രം ക്ഷണികമായ ആയുസ്സിൻ്റെ ഉടമകളാണ് നാം ഓരോരുത്തരും. എന്നാൽ ഈ ആയുസ്സിൽ നാം ചെയ്യേണ്ടുന്നതായ കാര്യങ്ങൾ എന്താണ്? അതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടാകേണ്ടത് ആവശ്യമാണ്. വ്യർത്ഥമായ കാര്യങ്ങളുടെ പിന്നാലെ പോയി ജീവിതം മുഴുവൻ പാഴാക്കി കളയുന്നതായ ഒരു രീതിയിലേക്ക് നാം മാറിപ്പോകുവാനല്ല ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം, അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല എന്നാണ്. എല്ലാ മനുഷ്യരും വളരെയധികം പരിശ്രമിക്കുന്നവരാണ്, വളരെയധികം അത്യധ്വാനം ചെയ്യുന്നു, പണം സമ്പാദിക്കുന്നു. പക്ഷേ ദൈവവചനം പറയുകയാണ്, ഇതെല്ലാം സമ്പാദിച്ചിട്ട് ആരാണിത് അനുഭവിക്കുന്നതെന്ന് നാം ആരും അറിയുന്നില്ല. എത്രമാത്രം ധനം സമ്പാദിച്ചാലും, എന്തെല്ലാം നിലയിൽ നാം അത്യധ്വാനം ചെയ്തിരുന്നാലും, ദൈവവചനം പറയുന്നത് നമ്മുടെ ആയുസ് ഏറ്റവും ക്ഷണികമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ക്ഷണികമായ ഈ ആയുസ്സിൽ നാം എന്താണ് ചെയ്യേണ്ടുന്നത്? ഏത് സമയത്താണ് നാം കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയുവാനായിട്ട് സാധ്യമല്ല. ഈ കഴിഞ്ഞ ദിവസം തന്നെ എത്രയോ ആളുകൾ പൊടുന്നനവെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. വയനാട്ടിലുണ്ടായതായ ദുരന്തം നമ്മുടെ ഒന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. വളരെയേറെ പ്രതീക്ഷകളോടെ കഴിഞ്ഞിരുന്ന നൂറുകണക്കിന് ആളുകൾ, ഒരുപാട് കണക്കുകൂട്ടലുകൾ നടത്തിയിരുന്നതായ ആളുകൾ, അതിൽ പ്രായമുള്ളവരുണ്ട്, യൗവനക്കാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ പൊടുന്നനവെ അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു തരിപ്പണമായി പോയി. നനച്ചിരിക്കാത്തൊരു സമയത്ത് മരണം വന്നവരെ പിടികൂടി. അവരുടെ അത്യധ്വാനങ്ങളും അവരുടെ പരിശ്രമങ്ങളും അവരുടെ സമ്പാദ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോയി. അവർ ദീർഘനാളുകൾ അധ്വാനിച്ചുണ്ടാക്കിയതായ വീടുകൾ, അവർ സമ്പാദിച്ചതായ ജോലികൾ, അവർ സ്വരുക്കൂട്ടിയതായ കാര്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി. സകലവും അസ്തമിച്ചു. പലരുടെയും വീടുകൾ മണ്ണിനടിയിലായിപ്പോയി. എവിടെയാണ് അവർ താമസിച്ചിരുന്നത് എന്നുപോലും അറിയാൻ പാടില്ലാത്ത നിലയിൽ എല്ലാം മൂടിപ്പോയി. അത്രമാത്രം എല്ലാം നഷ്ടപ്പെട്ട വലിയൊരു സമൂഹത്തെയാണ് നാം ഇവിടെ കാണുന്നത്. പലരുടെയും ശവശരീരങ്ങൾ പോലും ഇതുവരെ കണ്ടെടുക്കാനായിട്ട് സാധ്യമായിട്ടില്ല. അതുകൊണ്ട് ജീവിതം എത്രമാത്രം ക്ഷണികമാണ്, എത്രമാത്രം ക്ഷണികമായ ആയുസ്സിൻ്റെ ഉടമകളാണ് നാം ഓരോരുത്തരും എന്നുള്ളത് നാം എപ്പോഴും ചിന്തിക്കേണ്ടുന്നതായ കാര്യമുണ്ട്. എന്നാൽ ഈ ക്ഷണികമായ ആയുസ്സുള്ള മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്? എത്രയോ വലിയ കൊലപാതകങ്ങൾ നടത്തുന്നു, എത്രയോ നിഷ്ഠൂരമായ പ്രവൃത്തികൾ ചെയ്യുന്നു. അങ്ങനെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി എത്രയോ കുൽസിത മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. അങ്ങനെ പണമെല്ലാം സമ്പാദിച്ച് എത്രയോ തലമുറകൾക്ക് സുഭിക്ഷമായി കഴിയുന്നതിന് വേണ്ടി സമ്പാദിച്ച് കൂട്ടിവെച്ചിരിക്കുന്നതായ ഒരുപാട് ആളുകളെ നാം കാണുകയാണ്. ശതകോടീശ്വരന്മാർ തന്നെ എത്രയോ എണ്ണമുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവവചനം പറയുകയാണ്, ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നു. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. എല്ലാ ദിവസവും നാം ഈ കാര്യം ഓർക്കുവാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ ആയുസ് ക്ഷണികമായ ആയുസ്സാണെന്നും ആ ആയുസ്സിൽ വ്യർത്ഥമായ കാര്യങ്ങളുടെ പിന്നാലെ പോകരുതെന്നും അർത്ഥവത്തായ കാര്യങ്ങൾ ചെയ്യണമെന്നും ദൈവവചനം നമ്മെ അനുശാസിക്കുകയാണ്. എന്താണ് വാസ്തവത്തിൽ നാം ചെയ്യേണ്ടുന്നത്?
ഈ ക്ഷണികമായ ആയുസ്സിൽ നാം എന്ത് കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടുന്നത്? 14-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എന്താണ് ജീവിതത്തിൽ നാം ചെയ്യേണ്ടുന്നതായ കാര്യം? നാം ഈ ലോകത്തിൻ്റെ മോടികളിലും ധാടികളിലും മതിമയങ്ങി ജീവിക്കുകയല്ല ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ഏതാനും ചില നാളുകൾക്ക് മുൻപ് ഒരു മിഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യാത്ര നടത്തിയപ്പോൾ ഇന്ത്യയുടെ വടക്കൻ ഭാഗങ്ങളിൽ ധാരാളം പാവങ്ങളായിട്ടുള്ള ആളുകളെ കണ്ടു. പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകൾ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത അത്രമാത്രം ദരിദ്രരായിട്ടുള്ള ആളുകൾ. അതുപോലെ തന്നെ വീടെന്ന് പറയാനില്ല, വെറും കുടിലുകളിൽ താമസിക്കുന്നവർ, പുല്ലുമേഞ്ഞ കുടിലുകളിൽ താമസിക്കുന്ന ധാരാളം ആളുകൾ. അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. ഒന്നുമില്ലായ്മയുടെ മധ്യത്തിൽ പട്ടിണി കോലങ്ങളായി നടക്കുന്ന കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്. അതേസമയം തന്നെ ഇന്ത്യയുടെ മറ്റു ചില ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ വലിയ മണിമാളികകൾ പണിത് സുഖിമാന്മാരായി കഴിയുന്ന ശതകോടീശ്വരന്മാർ ധാരാളമുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് പറയുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ധനവാനായ മനുഷ്യൻ്റെയും ലാസറിൻ്റെയും ചരിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ധനവാനായ മനുഷ്യൻ പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് ദിവസം തോറും ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നവനായ മനുഷ്യനാണ്. അവൻ വ്യർത്ഥമായി കാര്യങ്ങൾ ചെയ്തിരുന്നു. ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടുന്നത്, എന്താണ് ചെയ്യരുതാത്തത് എന്നത് അറിയാൻ പാടില്ലാത്ത ധനവാനായ ഒരു മനുഷ്യൻ. അവൻ്റെ ഇഷ്ടമനുസരിച്ചൊക്കെ അവൻ ജീവിച്ചു. എന്നാൽ അവൻ മറന്നുപോയതായ ഒരു കാര്യം ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളതായ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ദൈവത്തെ അന്വേഷിക്കുവാൻ അവന് സാധിച്ചില്ല. അവൻ്റെ തിരക്കിനിടയിൽ, അവൻ്റെ സുഖലോലുപതയുടെ ഇടയിൽ ദൈവത്തെ അവൻ മറന്നുപോയി. അവൻ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി അവൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. അതേസമയം ദരിദ്രനായ മനുഷ്യന് മറ്റ് യാതൊരു കാര്യങ്ങളുമില്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹം ദൈവത്തെ അന്വേഷിച്ചു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എന്നുള്ള ഗണത്തിലേക്ക് അദ്ദേഹം വന്നു. ആ ധനവാനായ മനുഷ്യന് വേണമെങ്കിലും ദൈവത്തെ അന്വേഷിക്കാമായിരുന്നു. അവന് ദൈവം നൽകിയതായ ആ ധനത്തിൻ്റെ മധ്യത്തിൽ അവൻ ജീവിക്കുമ്പോൾ അവന് ദൈവത്തെ അന്വേഷിക്കുകയും അവൻ്റെ ധനം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാമായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവം നൽകുന്നതായ സമ്പത്ത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയും നിന്റെ ചുറ്റുപാടുകളിൽ പാർക്കുന്ന ദരിദ്രരായിട്ടുള്ള ആളുകളുടെ സഹായത്തിനു വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ നിന്റെ സമ്പത്തിൻ്റെ മധ്യത്തിലും ജീവിതത്തെ അർത്ഥവത്താക്കുവാൻ നിനക്ക് സാധിക്കും. നീ ദരിദ്രനായിരുന്നാലും സമ്പത്തുള്ളവനായിരുന്നാലും ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എന്നുള്ള നിലയിലേക്ക് ഉയർത്തപ്പെടുന്നുവെങ്കിൽ നിന്റെ ജീവിതം സാർത്ഥകമായി തീർന്നു. അല്ലാത്ത പക്ഷം ജീവിതത്തിൻ്റെ അർത്ഥമെല്ലാം നഷ്ടപ്പെട്ട് വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല എന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നതായ ഏറ്റവും താണ തലത്തിലേക്ക് നീ മാറിപ്പോകുന്നു. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ചുറ്റുപാടുകളിലെ അനേക സംഭവങ്ങൾ ഒരു ചൂണ്ടുപലകയായി നമ്മുടെ മുൻപാകെ നിൽക്കുമ്പോൾ ജീവിതത്തിൽ എന്താണ് നാം ചെയ്യേണ്ടുന്നത്? ഈ ക്ഷണികമായ ആയുസ്സിൻ്റെ മധ്യത്തിൽ ദൈവത്തിന് ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്കിടയാകേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നാം ഇതുവരെ ചെയ്തു വന്നതായ കാര്യങ്ങൾ, നാം കടന്നു വന്നതായ പാതകൾ ഒക്കെ ഒന്ന് നോക്കുവാനുള്ള അവസരമാണിത്. അതുകൊണ്ട് വ്യർത്ഥമായി പരിശ്രമിക്കുന്നു എന്നുള്ള നിലയിലേക്ക് നാം മാറിപ്പോകാതെ ദൈവനാമത്തിനു വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന, ദൈവകരങ്ങളിൽ സമർപ്പിതരായി ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എന്നുള്ള നിലയിലേക്ക് ഉയർന്നു വരുവാൻ തുറന്നുള്ളതായ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വായിച്ചതുപോലെ കർത്താവേ, ഞങ്ങളുടെ ആയുസ് എത്ര ക്ഷണികമാണ് എന്ന് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രയോ ആളുകൾ പൊടുന്നനവേ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഒരുപാട് കണക്കൂട്ടലുകൾ നടത്തിയിരുന്ന ധാരാളം പേര് വളരെ പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു പോയപ്പോൾ
കർത്താവെ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വ്യർത്ഥമായി പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് മാറിപ്പോകാതെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ ചുറ്റുപാടുകളിൽ ദൈവത്തെ അറിഞ്ഞുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലയിലേക്ക് ഉയർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായ എല്ലാ സാഹചര്യങ്ങളും അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും മറ്റുള്ളവരുടെ സഹായങ്ങൾക്കായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കണമേ കർത്താവേ. ഞങ്ങളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുവാൻ അവിടുന്ന് അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങൾ മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. അവരുടെ ആവശ്യങ്ങൾ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഈ സമയത്ത് തങ്ങളുടെ പ്രിയമുള്ളവരെ നഷ്ടപ്പെട്ട വ്യഥയിൽ കരയുന്ന, വല്ലാതെ വിലപിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവർക്കൊക്കെ അവിടുന്ന് ആശ്വാസം നൽകി അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയും വിനയമായി ബോധിപ്പിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.